പകുതി വരെ റോഡുണ്ട്. 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, 3/4 കിലോമീറ്റർ ഉണ്ട്. ആളുകൾ വേറെ വേറെ ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. രണ്ട് ഗ്രൂപ്പാണ്. പിന്നെ ഡാമിൻ്റെ സൈഡിലൂടെ നടത്താം. നേരത്തെ കണ്ട പോത്തില്ലേ, അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പോത്തിനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അതിൽ ചില പോത്തുകൾ തിരിച്ച് വന്നിട്ടില്ല, ഫ്രീ ആയിട്ട് കാട്ടിൽ തന്നെ പോയി. അങ്ങനെ 1-2 പോത്തുകളുണ്ട് പോയി, പെൻഗ്വിന് പോലെ. അപ്പോൾ അങ്ങനത്തെ പോത്തുകളാണ് ഇവിടെ സെറ്റ് ഇവിടെ. ആ പോത്താണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുക. അപ്പോൾ കാട്ടിലെ പോത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ പോത്താണ് ഇപ്പോൾ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ നിന്നുണ്ടായ പോത്തുകളല്ല. അപ്പോൾ അങ്ങനത്തെ അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതിനോടകം കടുവ പിടിക്കേണ്ടതാണ് ഇതിനൊക്കെ, പക്ഷെ എന്താണെന്നറിയില്ല, അത് ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല തോന്നുന്നു. കുറച്ച് ദിവസം ആയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കായതാണ്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞത് പിടിക്കും. ഇനി അങ്ങനെ ട്രക്കിംഗ് ഒന്നുമില്ല, ഇനി ചുമ്മാ ഡാമിൻ്റെ സൈഡിലൂടെ നടത്താൻ മാത്രമേ ഉള്ളൂ. തോന്നി പറമ്പുകളിൽ ഇഷ്ടംപോലെ ഞാൻ കണ്ടിരുന്നു. അവിടെ ഒരു തട്ടേക്കാട് ഒരു ട്രീ ഹൗസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇപ്പം നീരുന്ന ഇഷ്ടം പോലെ ഇങ്ങനെ കണ്ടേ. ഡാമിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അല്ലേ? ഡാമിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കാട്ടുപോത്തെന്ന് വെച്ചാൽ കാട്ടുപോത്തെന്ന് പറയാം, നാട് പോത്ത് നാട് പോത്ത് രണ്ടുമാണ്. ആഹാ, എന്താ ഭംഗിയുള്ള കാഴ്ചയാണ്. അതാണ് ചിമ്മിണി ഡാമിൻ്റെ. അപ്പം അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് അവസാനിക്കാറായി. മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, വേനൽക്കാലല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മൾ ഡാമിലൂടെ 2 കിലോമീറ്റേഴ്സ് നടന്ന് ട്രെക്കിംഗ് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. ഇതാണ് ചിമ്മിണി ഡാം. അതിൻ്റെ കാഴ്ചകളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ചിമ്മിണി ഡാം. 22 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ചിമ്മിണി സ്ഥിതി ചെയ്യുന്നത്. ഡാമും അതിൻ്റെ പരിസരത്തുള്ള വന്യജീവി സങ്കേതമുണ്ട്. ഇത് കാണാൻ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ചിമ്മിണി നമുക്ക് ഇഷ്ടംപോലെ നടക്കാം. വൈൽഡ് ലൈഫ് സഫാരിയിൽ ട്രക്കിങ്ങിന്, പിന്നെ കൊട്ടവഞ്ചിയുണ്ട്, ബോട്ടിങ്, അപ്പം അങ്ങനത്തെ സംഭവത്തിനൊക്കെ ചാർജുണ്ട്. ഞാനിപ്പം വൈൽഡ് ലൈഫ് സഫാരി മാത്രമേ പോയിട്ടുള്ളൂ. പല പല പാക്കേജസാണ് ഉള്ളത്. ഇതാണ് ഡാമിൻ്റെ ആ പരിസരം. നെല്ലിയാമ്പതിയൊക്കെ ഇവിടെ നമുക്ക് പോകാൻ, പറമ്പിക്കൂടൊക്കെ ഇവിടുന്ന് എല്ലാം എടുത്തെടുത്താൽ തൃശ്ശൂരും പാലക്കാട് എല്ലാം കണക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നല്ല ഉച്ചക്കാണ്, നല്ല വെയിലാണ്, തണലത്തുക. ഫെബ്രുവരി മാസമാണിത്, 2026. അന്ന് മുകളിൽ കാണുന്ന ഡാം, അതിലൂടെ നടക്കാം, പക്ഷെ നല്ല വെയിലാണ്. ഇവിടെ തണലെല്ലാം ഉണ്ട്, എടുത്ത് നിൽക്കുന്നവരും.
ഇതാണ് ചിമ്മിനി ഡാമിൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കാനും. എന്താ കളറ് ആ വെള്ളത്തിൻ്റെ അല്ലേ, സൂപ്പർ. ഇത് കണ്ട് ഈ ഡാമിൻ്റെ സൈഡ് മതിൽ ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. എന്താ മലനിരകളൊക്കെ. വാ, കിട്ടില്ല ഷോട്ടിന്. ഇതിലെ പ്രവേശനം, ഡാമിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇവിടം വരെ നമുക്ക് കാണാൻ പറ്റും. ഷട്ടർ തുറന്നിട്ടുണ്ട് തോന്നുന്നു. ഇതാണ് ചിമ്മിനി ഡാം. നമുക്ക് ഇഷ്ടം പോലെ മലകളൊക്കെ കാണാം ഇവിടെ നിന്ന്. ക്യാൻറ്റീനുണ്ട് ഡാമിന്, ചിമ്മിനി ഡാം ഇറിഗേഷൻ ക്യാൻറ്റീൻ. ഇവിടുന്ന് വെള്ളം പോകുന്നത് കാണാം. അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റില്ല. ഡാമിൽ നിന്ന് വെള്ളം പോകുന്നത് കാണിച്ചു തരാം. അതിന് കുറച്ചുകൂടി താഴെ ഇറങ്ങി പോകണം. വെള്ളമാണ് ഇത്രയും അടുത്തേ കാണാൻ പറ്റൂ. ഇതിൻ്റെ അടുത്ത് പ്രവേശനമില്ല. ഓ മൈ ഗോഡ്, എന്താണ് ഇത്? വെള്ളം ഭയങ്കരമായിട്ട് പോകുന്നു. ടാപ്പ് പൊട്ടിയ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഹൈറ്റ് നമ്മളെടുത്ത് കാണാം. ചിമ്മിനി ഡാം. അതിൽ ആ സ്പേസിലൂടെ വരുന്ന കണ്ടോ എത്ര